ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഫാം വില്ലയിലേക്കാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കുഞ്ഞുമക്കൾക്കാട്ടോ. അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളൊരു പെറ്റ് ലവർ ആണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്നേ ഞാനിത് പറയൂ. കാരണം നമുക്കൊരു സൂ ആംബിയൻസ് അല്ല ഇവിടെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ അടുത്തറിയാനും ഫീഡ് ചെയ്യിപ്പിക്കാനും അവരെ നമുക്ക് സ്നേഹിക്കാനൊക്കെ പറ്റും. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം പേടിയുള്ള ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം നമുക്ക് പേടി തോന്നുന്ന അനിമൽസൊക്കെ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് അടുത്ത് സ്നേഹിക്കാം. ആ പേടിയൊക്കെ വേണമെങ്കിൽ ഒന്ന് മാറ്റാം. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് പേടി മാറ്റാത്ത ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയാം എന്താണെന്ന്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്. അവർ നമ്മളെ കൈയൊക്കെ കഴുകിയതിന് ശേഷം, നീറ്റാക്കിയതിന് ശേഷം, സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഫീഡ് ചെയ്യാനായിട്ട് സമ്മതിക്കുക. അത് അവിടെ വെൽ ഇൻസ്ട്രക്ഷൻസ് അവർ നമുക്ക് തരും. അപ്പോൾ നമ്മളതനുസരിച്ചതിന് ശേഷം മാത്രം ഇതൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഫീഡ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഈ കൈ ഡിപ്പ് ചെയ്യുമ്പോഴാട്ടോ, നമ്മൾ ഫുഡ് വയ്ക്കാതെ ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോഴും അവരിങ്ങനെ അടുത്തോട്ട് വരും. ഇത് വേറെ വെറൈറ്റി ഓഫ് ഫീലാട്ടോ അത്. നിങ്ങൾ അവിടെ വന്ന് തന്നെ ട്രൈ ചെയ്യണം. പിന്നെ ഒരുപാട് ഗോഡ്സ് ഉണ്ട് ഇവിടെ. ഈ ഗോഡ്സൊക്കെ നമുക്ക് വെറൈറ്റി ഓഫ് ഉണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം ഇതുപോലെ 4 കൊമ്പുള്ളതിനൊക്കെ ഞാൻ എന്താ പറയുക, ഓരോ ഡിസ്കവറിയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതുപോലെ കുറേ വെറൈറ്റി ഓഫ് ആടുകളുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടോ അവരുടെ കൊമ്പൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഈ കാണാനായിട്ട്. അടുത്ത് കാണുമ്പോഴും നമുക്ക് അവരെ ഫീഡ് ചെയ്യിപ്പിക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. ഇത് പിന്നെ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ്, പക്ഷെ എന്തോ ഒരു വെറൈറ്റി എനിക്ക് തോന്നിയിട്ടുണ്ടായി അവൻ്റെ കൊമ്പും ആ ചെവിയൊക്കെ കാണുമ്പോൾ കേട്ടോ. ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ നെയിമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, എവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എന്നൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മളവർ ഉറങ്ങുന്നൊക്കെ ടൈമാണെങ്കിൽ പിന്നെ കൂടുതൽ ശല്യം ചെയ്യാൻ നിന്നില്ല. പിന്നെ ഇങ്ങനെ ഒരാളിവിടെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിൻ തമിഴ്നാടു എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, യൂസ്ഡ് ഫോർ ഗോഡ് ഫൈറ്റ് എന്നും പറഞ്ഞിട്ട്. ഇതിങ്ങനെ ഫൈറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നു തോന്നുന്നു അവിടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല ഇതിനെ. പിന്നെ കുറേ മിനിയേച്ചർ പശുക്കളുണ്ട് ഇവിടെ. പശുവല്ല, കാളകളുണ്ട് ഇവിടെ. കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഇതിനെയും ചെറുതുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഈ കാളകൾ. പിന്നെ വേറൊരു ആട്ടുംകുട്ടനെ ഇങ്ങനെ അടുത്ത് വന്നു. അവൻ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേനും തന്നെ അടുത്ത് വന്നു. കയ്യിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടോയെന്ന് ആദ്യം തന്നെ നോക്കിയത് കേട്ടോ. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യിക്കുന്നതുകൊണ്ട് ഇവരെപ്പോഴും വിശപ്പൊക്കെ മാറിയാട്ടോ ഇരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ വരുന്നപ്പോൾ അവരൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി വിശപ്പൊക്കെ മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഫുഡിന് അവർക്കൊരു പ്രശ്നവും ഇല്ല ഇവിടെ സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിനെയാണ് ഞാൻ ആദ്യം ഒട്ടകപ്പക്ഷിയാണെന്ന് വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ഇത് എമുവാണ്. ഒട്ടകപ്പക്ഷി വേറെ ഓൾറെഡി അവിടെ ഉണ്ട്. ഇത് ഒട്ടകപ്പക്ഷീൻ്റെ ചെറുതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ അറിവില്ലായ്മ ഒക്കെ നമുക്കിവിടെ വരുമ്പോൾ മാറും. അവിടെ സ്റ്റാഫുണ്ട്, അവരായാലും പറഞ്ഞു തരും കേട്ടോ. നല്ല വൃത്തിക്ക് അവർ അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞു തരും. അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മിനിയേച്ചർ ഹോർസ്. അവിടെ കുറേ കണ്ടായിരുന്നു. ഗോട്ടുകളിലായാലും എല്ലാത്തിലും മിനിയേച്ചർ വേർഷൻ വരുന്നുണ്ട് ഇതുപോലെ. പക്ഷേ ഈ കുതിരയുടെ മിനിയേച്ചർ ഉണ്ടെന്നൊന്നും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അവരിങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ നിൽപ്പുണ്ട് ഭയങ്കര സൈലൻ്റായിട്ട്. പിന്നെ കുറേ ഡക്കുകളുണ്ട്. ഡക്കുകൾ നല്ല ഭംഗിയുള്ള സുന്ദരി കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. ഇവനെ കണ്ടോ, ഭയങ്കര ഒരു ക്യൂൻ പോലെ ഇല്ലേ. അവനൊരു ടെയിലൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ഓഫ് മറ്റേ ഫെദറൊക്കെ വെച്ചിട്ടാണ് അവനിവിടെ ഇരിക്കുന്നത്. കുറേ എന്താ പറയുക, ഒരു വെറൈറ്റി. പിന്നെ ഈ ബ്ലാക്ക് അരയണ്ണങ്ങളെ കണ്ടു. വൈറ്റിനെ കണ്ടിട്ടുണ്ട് കുറേ, ഇതുപോലെ ബ്ലാക്ക് കളറിൽ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഇവരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവർ മറ്റേ എന്താ പറയുക, ക്യാപ്പൊക്കെ വെച്ച് മറ്റേ പോലീസുകാരെ പോലെ നടക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ കോഴിക്കുഞ്ഞുങ്ങളെ പല കളറുകളുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഫ്റ്റ് ടോയൊക്കെ വാങ്ങിക്കൊടുക്കും കുട്ടികൾക്ക്, അതുപോലെയാണ് ഇതിനെ കാണാനായിട്ട്. ശരിക്കും എനിക്ക് അതിനെ എടുക്കാനായിട്ട് തോന്നി. പക്ഷെ അവിടെ അതാരും അങ്ങനെ എടുക്കുന്ന കണ്ടില്ല. പിന്നെ ഞാനത് അങ്ങനെ വെറുതെ ശല്യം ചെയ്യാൻ പോയില്ല അവരെ. പിന്നെ ഹാംസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ കുറേ മുയലുകളുണ്ട് കേട്ടോ.
പിന്നെ ചിലതൊക്കെ ഉച്ച ഒരു മയക്കത്തിലാണ്, പിന്നെ അവർ അൺകംഫർട്ടബിൾ ആക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനിവിടെ എടുക്കണം എന്ന് വിചാരിച്ച വേറെ ഒരാളാണ് ഈ മുയൽ. പിന്നെ ക്യാറ്റിനെ ഓൾറെഡി ഞാൻ എടുത്തായിരുന്നു. പിന്നെ അവർ അത്ര അൺകംഫർട്ടബിളായിട്ട് തോന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ അവിടെ വെച്ചു, ശല്യം ചെയ്യണ്ടെന്ന് കരുതിട്ടോ. ഇത് കണ്ടോ. പിന്നെ ഹാംസ്റ്റേഴ്സൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അടുത്തത് എൻ്റെ ഇഷ്ടപ്പെട്ട ഏരിയയാണ്. ഇത് ബംഗാൾ കാറ്റാണ്. ഇവൻ എനിക്ക് കണ്ടപ്പോൾ അവനെ കുറച്ച് അഗ്രസീവ് ആണെന്ന് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ എടുക്കാമെന്നൊക്കെ. പിന്നെ എനിക്ക് അത് പേടിയായിപ്പോയി. പിന്നെ ഇത് നമ്മുടെ പഞ്ച് ഫേസ് ആണ്, പേർഷ്യൻ ക്യാറ്റ്. അവനൊരു പാവായിരുന്നു. അവൻ നാക്കൊക്കെ ഇങ്ങനെ പുറത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചു വെള്ളം, അപ്പോൾ ഓൾറെഡി വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അവർ കൊടുത്താണ്. പക്ഷെ ചൂടിൻ്റെ സമയത്ത് അവർ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ, അവനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂച്ചകളെ. ഇപ്പം ഇവനൊക്കെ ഉറക്കത്തിലായിരുന്നു. പിന്നെ നമ്മൾ ശല്യം ചെയ്യാൻ നിന്നില്ല. പിന്നെ കാങ്കാരു, ഇത് ചെറിയൊരു സൈസാണെന്ന് തോന്നുന്നു, അത് കുട്ടിയാണോ എന്നറിയില്ല. അവിടെ അങ്ങനെ അത് അത്രയുള്ളതാണ് ഞാൻ കണ്ടത്. പിന്നെ ഇവന്മാർ കുറച്ച് അഗ്രസീവായിരുന്നു, ആ മങ്കീസ്. പിന്നെ അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എനിക്ക് പേടിയുള്ള ഐറ്റംസ് ആട്ടോ. എന്നിട്ട് പോലും എൻ്റെ പേടി മാറ്റാൻ എനിക്ക് പറ്റില്ല. അത് എന്നെ പറഞ്ഞാൽ മതി, കാരണം എനിക്ക് അത്രയും പേടിയുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഇവനെ ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചൊരു ഇതായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ എടുത്തു. ഭയങ്കര കുറുമ്പനാട്ടോ. അവൻ്റെ കുറുമ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ശരിക്കും നമുക്ക് കുറച്ച് ഒരു ടൈമൊക്കെ എടുക്കും. കാരണം അവൻ്റെ കുറുമ്പാണ്. അയ്യോ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. എനിക്ക് അവൻ അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ എനിക്ക് കുറച്ച് പേടിയുള്ളതായിരുന്നു. പക്ഷെ കുട്ടികളൊക്കെ വന്ന് ഇവിടെ ഒരു പേടിയും ഇല്ലാണ്ട് എടുക്കണ്ട കേട്ടോ. അവരൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ചമ്മലായി, കാരണം എനിക്ക് അപ്പോഴും ഭയങ്കര പേടിച്ച് നിൽക്കായിരുന്നു. പിന്നെ ഇവൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടപ്പോൾ അവന് ഭയങ്കര വെയിറ്റായിരുന്നു, ഒന്നും സംസാരിച്ചില്ല. പിന്നെ ഈ കോഴികളാണ്. ഇവിടെ കോഴികളിലും ഇത്രയധികം വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കാലിൽ മറ്റേ സോക്സ് ഇട്ട പോലെയാണ് എനിക്ക് തോന്നി അവരെ കണ്ടപ്പോട്ടോ. പിന്നെ ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. മേലെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നേ. ഇവിടെ 2 കൂട്ടുകാരന്മാർ ഇരിപ്പുണ്ട് ഇങ്ങനെ. അവരെന്തൊക്കെയോ ഭയങ്കര ക്യൂട്ട് അനിമൽസാണ് എല്ലാവരും. പിന്നെ ഇവിടെ ഒരാൾ ഭയങ്കര പോസിങ് ആട്ടോ. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര നല്ല രസമായിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത് ഇതാണെന്ന് കേട്ടോ. ചിലപ്പോൾ കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാൽ അവർ വരെ ക്ലിയറായിട്ട് പറഞ്ഞുതരും. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് കുറേ ലേൺ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതൊക്കെ പേടിയാണല്ലോ അവരെ കാണുമ്പോൾ. പിന്നെ ഇവിടെ ഈ ഒരു കുട്ടിക്കുറുമ്പനെ കണ്ടോ ഞങ്ങൾ. അവൻ മാല ഇങ്ങനെ എടുക്കുന്നതാണ്. അവിടുത്തെ ഒരു ചേച്ചിയുണ്ട്, സ്റ്റാഫ്. അപ്പം ആ ചേച്ചി ഓൾറെഡി പറയുന്നുണ്ട് മാലയൊക്കെ സൂക്ഷിച്ചോ, അവൻ പറിച്ചെടുക്കും കേട്ടോ. പക്ഷേ ഭയങ്കര രസമായിരുന്നു. ഇതൊക്കെ മരത്തിലും അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതെങ്ങനെയൊന്ന് പിടിക്കാമെന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ എന്താ പറയുക, വേറൊരു ലോകത്തോട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ, അത്ര രസമായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. തൃശ്ശൂർ വന്നിട്ട് ഇവിടെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവുമെന്ന്, ഇത്രയൊക്കെ മാറിയെന്ന് എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. പിന്നെ ഈ കോഴികളിൽ തന്നെ ഒരു വലിയൊരു ടെയിലായിട്ട് ഒരാളവിടെ നിൽക്കുന്നത് കണ്ടോ. അവിടുത്തെ ഒരു ക്വീനാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴാണ് ഈ ബേർഡ്സിനൊക്കെ ഇത്രയും വെറൈറ്റി ഓഫ് കളേഴ്സ്, അത് മിക്സ്ഡ് കളേഴ്സ് ഉണ്ട്. നമ്മൾ കണ്ടോ ഭയങ്കര അവരൊരു ഡ്രസ്സ് ഇട്ട പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ ഒരു അണ്ണാൻകുഞ്ഞ് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ 2 പേര് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവർ കുറേ നേരം ഞാൻ നോക്കി, അപ്പോഴൊക്കെ അവർ
ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് 2 കാങ്കരൂനൊക്കെ ഞാനിവിടെ കണ്ടു. പിന്നെ ദാ എൻ്റെ കുഞ്ഞൊരു ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ക്യാറ്റാട്ടോ ഇവൻ ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ അവനിങ്ങനെ എടുത്തപ്പോൾ അവനെന്തോ ഒരു ഇഷ്ടമില്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കൊഞ്ചിച്ചിട്ട് അവിടെ വെച്ചു. അപ്പോൾ പക്ഷേ അവിടുത്തെ ചേച്ചി പറഞ്ഞു കേട്ടോ, അവനിങ്ങനെ എടുത്ത് നമ്മൾ കൊഞ്ചിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ പിന്നെ അവിടെ വേഗം വെച്ചു, അധികം നേരം എടുത്തില്ല. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ബൈ പറയുകയാണ്. ഇനി വേറൊരു സ്ഥലമായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരയ്ക്കും ബൈ.